ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോളുടെ 8th ബർത്ത്ഡേ ആണ്. അത്ര വലിയ ഗ്രാൻഡ് സെലിബ്രേഷനൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയൊരു സെലിബ്രേഷൻ. പിന്നെ മോൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത്, അത്രയേ ഉള്ളൂ നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഡേ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കട്ടൻ ചായയും കൂടെ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സാമ്പാറാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉഴുന്നുദോശയും സാമ്പാറാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൽ ഞാൻ ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പായസം മിക്സൊക്കെ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസം മിക്സ് ആകുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പണിയില്ലാണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ. അതിൽ തന്നെ അതിൻ്റെ ഷുഗറും അതുപോലെ ഏലക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് നന്നായിട്ട് ഈ സേമിയ വെന്ത് ഒന്ന് കുറുകി വരുമ്പോഴേക്ക് പായസം റെഡിയാണ്. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം വാങ്ങി വെക്കാൻ നേരത്ത്. പിന്നെ ഞാൻ മോളെ വിളിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് പായസമൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അവൾ പോയി. അതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. അതിൻ്റെ ശേഷം ഞാൻ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ പിന്നെ എണ്ണയിൽ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒട്ടും എണ്ണയില്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുത്തത് ചിക്കൻ ഫ്രൈ ആണിത്. കൂട്ടത്തിൽ ചിക്കൻ കറിയും റെഡിയാക്കി. പിന്നെ ഗീ റൈസ് ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, അങ്ങനെ സേമിയ പായസവും. അപ്പോൾ എല്ലാം രാവിലെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ ലഞ്ച് ടൈമിന് മോക്കും എല്ലാവർക്കും കൂടെ ലഞ്ച് കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴേക്ക് കേക്കൊക്കെ വന്നു. കേക്ക് മേടിച്ച് വന്നു കേട്ടോ. പിന്നെ അവളുടെ ഇഷ്ടപ്പെട്ട കളറാണ് പേർപ്പിൾ പിങ്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന കേക്ക് തന്നെയാണ് അവൾ ആ ഒരു കളർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോമ്പിനേഷനിലുള്ളൊരു കേക്കൊക്കെ തന്നെ മേടിച്ചു. പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ക്യാൻഡിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് കട്ട് ചെയ്യാൻ നേരത്ത് ചെറിയ മോൻ പറഞ്ഞ് അവനും കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ കേക്ക് കട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. രണ്ടാളും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ. അപ്പോൾ മോൾക്ക് വയ്യാത്തൊരു കാരണം കൊണ്ട് തന്നെ അവൾ അത്രത്തോളം ഒന്നും ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ അവളുടെ ഒരു സന്തോഷത്തിന് നമ്മൾ അവളെ ഇഷ്ടപ്പെട്ട കളറിൽ വരുന്ന ആ ഒരു കേക്കൊക്കെ മേടിച്ചപ്പോഴേക്കും ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ചെറിയ മോന് കേക്ക് കഴിക്കുന്നില്ല, കാരണം അവന് കേക്കിൻ്റെ പുറത്തുള്ള ആ ഒരു ഫ്ലവേഴ്സും അതിൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും ഷുഗർ ബോൾസൊക്കെ ഉണ്ടല്ലോ, അത് വേണം, അതിലായിരുന്നു അവൻ്റെ കണ്ണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ബർത്ത്ഡേ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സ്വാസ് ടേസ്റ്റി ട്രീറ്റ്സ്. താങ്ക് യു.